കള്ളിപ്പയ്യ ചൊരത്താതെ പിടിച്ചു വെച്ചിരിക്കുക. കണ്ടോ, ഒരു തുള്ളി പോലും കിട്ടില്ല. അറിയാത്ത ജോലിക്ക് നിൽക്കാണ്ട പാത്രം ഇങ്ങോട്ട് കൊടുക്കൂ. ലീല കറക്കട്ടെ. ഒന്ന് ശക്തിയിൽ പിടിക്കേ. ശക്തിയിൽ പിടിച്ചിരിക്കണ അനങ്ങല്ലേ പശു. അയ്യോ, ഈ മുത്തശ്ശൻ ശക്തിയിൽ പിടിക്കാൻ പറഞ്ഞാൽ കേക്കില്ല. ഒന്ന് പിടിക്കൂ. നന്നായേ ഉള്ളൂ. പശുവിനെ കറക്കാൻ ഒരു തഞ്ചുണ്ട്, ഇങ്ങോട്ട് തരൂ. വേണ്ട, ഇന്ന് ഇത്ര മതി. നമുക്ക് തരാതെ അവിടെ മോന് കൊടുത്തോട്ടെ ബാക്കി. അയ്യേ, ഇരുന്നാഴി ഉണ്ടാവും കുട്ടിമോളൂമ്മേ. ഇന്ന് പയ്യനെ കറന്ന അമ്മുവാ. കുറച്ചേ കിട്ടുള്ളൂ പാല്. ഉള്ളത് തായോ? എന്താന്ന് വിരുന്നുകാരുണ്ടോ കുട്ടികളമ്മേ? ഇല്ല, പശുവും പാലില് ഒരു മരുന്ന് കഴിക്കണ്ട. അവിടെ വീട്ടില് പാക്കറ്റ് പാലാ. ആർക്കാ സുഖമില്ലായ്മ? സുധാരണ വൈത്തിരിച്ചിലും വിളിച്ചിട്ടിലും ഇന്നലെ രാവ് ഉറങ്ങിയിട്ടില്ലേ? അതെ, പെൺകുട്ടികളുടെ ശാപാ. ഇവരുടെ മുറ്റത്ത് എത്ര പൂക്കളെന്നറിയോ? ഒരെണ്ണം ചോദിച്ചാ തരുവോ? ഭയങ്കര ആളുകള്. അതാണോ? പൂക്കളാന്ന് വെച്ചാ അവന് ജീവനാ. എന്താ ഒരു പൂ തരുവോ? പൂവോ? ഇവിടെ പോവൊന്നുമില്ല. പിന്നെ ആ പൂത്തേക്കുള്ള പേരെന്താ? അതിന്റെ പേര് കുന്തം. പോടാ, ഒരെണ്ണ മുറ്റത്ത് കയറി പോരുത്. പോടാ, പുറത്തേക്ക് പോടാ, അല്ലെ നായനോട്ട് കടുപ്പിക്കും ഞാൻ. സന്തതികള്. എന്താ സുഹാരം നേരെ രാവിലെ കുട്ടികളുമായിട്ട് യുദ്ധം? യുദ്ധാണെങ്കിൽ എത്ര ഈസിയാ. പക്ഷെ ഇവറ്റുള്ള കൊണ്ട് വലഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്ര ഉള്ളൊരു ചിഹ്നം ഇന്ന ഞൊണ്ടിക്കാലാണ്. തല്ലും തമ്മാടുത്ത് ഉണ്ടാക്കിയതല്ല, രാജ്യത്തിന് വേണ്ടി കൊടുത്ത കാല. ഇവറ്റുകൾക്ക് അതറിയോ? പിള്ളേരല്ലേ സുഹാരം നേരെ? ഈ പിള്ളേരാണ് നാളത്തെ പൗരന്മാര്. സ്വന്തം നാടിനോട് സ്നേഹം ഉണ്ടാവണം. എന്നാ പട്ടാളക്കാരൻ നിഷ്കില്ല. മേനമിട്ടോളൂ. അതാ വരണോ. പറഞ്ഞിട്ടെന്താ കാര്യം? വെറുതെ ആണോ രാജ്യം നന്നാമത്തെ? ഇവറ്റങ്ങളൊക്കെ വളർന്നു വരുമ്പോ ലോകം വെച്ചേക്കോ? വെറുതെ പിള്ളേരോട് വഴക്കൂടാൻ നിക്കണോ? ഒരു പൂ ചോദിച്ചാ കൊടുത്തൂടെ ആൾക്ക്? എന്താ ഇവിടെ പൂക്കച്ചറുണ്ടോ? ലോകത്ത് ഇവിടെ മാത്രമേ പൂവുള്ളൂ. പറ്റിയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കി കൊടുത്തൂടെ? ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കണതേ ബാക്കിയുള്ളവർക്ക് കാണാനാ. പിള്ളേരല്ലേടാ. പിള്ളേരോ? ആസുരവിത്തുക്കളാ പിള്ളേര്. നല്ല അടിയാ കൊടുക്കേണ്ടത്. വള്ളിച്ചൂരിൽ കൊണ്ട് നല്ല ചുട്ട അടി. എന്താ അതിൽ അരച്ച് കലക്കിയേക്കണേ? വിഷമല്ല, ഒറ്റ വലിക്കാൻ അങ്ങോട്ട് കുടിച്ചോ. 3 ദിവസം അടുപ്പിച്ച് കുടിച്ചാലുണ്ടല്ലോ പിന്നെ എരിച്ചിലും വിഷമം ഒന്നും ഉണ്ടാവില്ല. ഇത് മാറാൻ തെക്കോർത്ത് പട്ടട വയ്ക്കണം. പോടാ അവിടുന്ന്. രാവിലെ തന്നെ പറയാൻ കണ്ടല്ലോ സ്ഥാനം. ഇന്ന് കൈ മുറിക്കും. അമ്മ ടി വി കണ്ടോളൂ, ഞാൻ അറിഞ്ഞോളാം. ഏയ് വേണ്ട, ഞാൻ വെറുതെ നോക്കണോന്നേ ഉള്ളൂ. അത് മതിയല്ലോ. രണ്ടാൾക്ക് കൂട്ടാൻ ഒരു പറവണോ? ഈ പാത്രത്തേക്ക് വാരിയിട്. ഈ അമ്മയുടെ ടി വി ഭ്രാന്ത്. 24 മണിക്കൂർ നേരം ടി വി എന്നെ ടി വി കണ്ടു കഴിക്കില്ല അമ്മയ്ക്ക്. അമ്മ ഈ പരിപ്പിൽ ഉപ്പിട്ടോ? ഞാൻ ഇട്ടിട്ടില്ല. അമ്മ അത് കഴുകി അടുപ്പത്തേക്കിട്ടെ. ഓ, നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ തറയടിക്കാം. ഏമായി. എന്നിട്ട് വേണം രാത്രി നടുവേന കാലുവേന എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. നീ ആ ചൂലിങ്ങിട്ടാ. അമ്മ പറയണത് അങ്ങോട്ട് കേൾക്ക. ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അവനവൻ ആവണത് ചെയ്താൽ പോരെ. അത് കഴുകി അടുപ്പത്തിട്ട് കുറച്ച് ചുവന്നുള്ളി എടുത്ത് അരിഞ്ഞു വെക്കാം കേട്ടോ. ഓ, ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ടിക്കറ്റ് തന്നെ. ടിക്കറ്റ്. ഓ, ടിക്കറ്റ്
ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ് പോയിന്നാ തോന്നുന്നത്. പോയോ? ആ നിങ്ങൾ പട്ടാമ്പിക്കല്ലേ ടിക്കറ്റ് എടുത്ത്? അതെ. അപ്പൊ പട്ടാമ്പി അല്ലത്? പട്ടാമ്പിയോ? പട്ടാമ്പി കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ ആയി. അയ്യോ, ഇതിന്റെ ഏതാ സ്ഥലം? ഞാൻ ഒന്നും ഉറങ്ങിപ്പോയി. ഇപ്പൊ എന്താ ഇനി ഒന്നും ചെയ്യാനില്ല. ഒരു 2:30 ഇങ്ങോട്ട് തന്നെ. അത് കൊള്ളാം. എന്നെ ഇവിടെ കൂടെ ഇറക്കിയതും പോലെ പിന്നെ കാശും ചോദിക്കണോ? ഇത് എവിടുത്തെ ചായാടോ? എനിക്ക് തിരിച്ച് അങ്ങോട്ട് വേണ്ട കാശ് ഇങ്ങോട്ട് തരാൻ വേണ്ടേ? അത് താനെടുത്തോ ഫ്രീ ആയിട്ട്. ഞാൻ കേറ്. എന്താ കുഞ്ഞിരാമേട്ട ഒരു ഇളി? ഒന്നുമില്ല, എന്റെ ഫേസ് കട്ട് കണ്ടിട്ട് തന്നെ. എന്നാലും നിങ്ങളുടെ മുതൽ അത്ര ചന്തല്ലരിക്ക്. ആ ചിരി കണ്ടാ പോരെ, കാക്ക തേങ്ങാപ്പൂൾ എടുത്ത പോലെ ഉണ്ട്. എളുത്തല്ലേ മുത്തുകോഴി. ആ ഗോപാൽട്ടാ, ഈ വടം കുരങ്ങനും ഇവന്റെ ചക്കടാമേശനും ഈ കൊലായി എടുത്തു മാറ്റാത്തിടത്തോളം കാലം ഈ പീടെ കുണം പിടിക്കൂലെന്ന് നിങ്ങളെ ചങ്ങാതിയോട് ഒന്ന് പറയണം. നല്ല നാടൻ കായാണല്ലോ. കട തുറന്നേ ഉള്ളൂ കുഞ്ഞിരാമ, കൈനീട്ടം വിറ്റോട്ടെ. ആ കയ്യിലിട്ട് പിടിച്ചോ, ഒരു സിസ്റ്റർ വരൂ. നല്ല വർക്കത്തുള്ള കഴിഞ്ഞിട്ടാ ഇന്നത്തെ കച്ചവടം പൊടി പഠിക്കും. കുഞ്ഞിരാമ, ഓ അത് പോക്കറ്റിലിട്. എന്നിട്ട് തൽക്കാലം ഒരു ബീഡി വലിക്ക്. അതെ, അവൻ പറഞ്ഞേക്കണ്ട. നിങ്ങൾക്കറിയാലോ ഈ കൈ കൊണ്ട് നടത്തിയ കല്യാണങ്ങൾ ഒന്നും മോശമായിട്ടില്ല. അതുകൊണ്ടല്ല കുഞ്ഞിരാമ, ഈ കൈനീട്ടം ഐശ്വര്യമുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങരുതെന്നാ. കൈനീട്ടം അലവലാദികളുടെ കയ്യിൽ നിന്ന് വാങ്ങാവൂ. എന്നാ പിന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. എന്താ ചാത്തുട്ടി? 100 വെളിച്ചെണ്ണ തന്നെ ഗോപാലേട്ടാ. പെങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ വീട് മണം പറ്റിയാ. അത് ശരി, അങ്ങനെ പറ്റേ. അല്ല അപ്പൊ ഇവിടെ ഇവിടെ ഭർത്താവിന്റെ വീടാ. ഉം. കണ്ട കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞാ വിശ്വസിക്കേ ഇല്ല. അല്ല ഗോപാൽട്ടാ, നിങ്ങളെ ചങ്ങായിക്ക് ഇതുവരെ ഒന്നും ശരിയായില്ലേ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാ പോരല്ലോ അവന്. അത്ര എളുപ്പമല്ല സംഗതി. 3 കൊല്ലം ഞാൻ ഈ കേസും കൊണ്ട് നടന്നതുകൊണ്ട് പറയാ. ഞാൻ മാത്രല്ല, വേറെ ബ്രോക്കർമാരെ അടുത്ത് മൂപ്പര് ഫയലുണ്ടല്ലോ, പത്രത്തിലും കൊടുത്തു. എന്നിട്ട് എന്തായി? ഞങ്ങൾക്ക് യോജിച്ചതല്ലേ പറ്റൂ. ആളൊക്കുമ്പോ ജാതകം ചേരൂല, ജാതകം ചേരുമ്പോ പ്രായം ഒക്കൂല, പ്രായം ഒക്കുമ്പോ പൊക്കം പോരാ. എല്ലാം ഒത്തു കിട്ടണ്ടേ? ഞാൻ പറഞ്ഞതേ. ഗോപാല ഒന്ന് വേഗം എടുത്ത് വെച്ചേട്ടോ. ആ ഞാൻ ഇപ്പൊ വരാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ, ചില വിട്ടുവീഴ്ചകളൊക്കെ വേണം. പരിപ്പില്ല. കാഴ്ചക്ക് ക്യാമറ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രായോ 30 നമ്മളൊന്നും പറയാന്നല്ലാണ്ട് കാണുന്നവർക്ക് തോന്നണ്ടേ? പിന്നെ ബിസിനസ് കണ്ടിട്ട് ഈ കട കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് നാട്ടുകാർക്ക് കടം കൊടുത്ത് മുടിഞ്ഞതാ. ഇനി ഒരു 50 രൂപ മുടക്കിയാൽ നല്ല ബിസിനസ് കിട്ടും. ഒരാലോചനയൊക്കെ കൊണ്ടുവരുമ്പോ അവരിതൊക്കെ നോക്കൂല എന്റെ ഗോപാലേട്ട. പിന്നെ രാജ്യത്തിന് വേണ്ടി കൊടുത്താണെങ്കിലും കാലല്ലേ, പോയത് പോയില്ലേ. അതെ, ഇയാള് ചുമ്മാ ചണകുണ വർത്താനൊന്നും പറയണ്ട. ഇതാണ് ഞങ്ങളുടെ ചെക്കൻ. അവന്റെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ചുണ്ടെങ്കിൽ മതി. അല്ലാതെ എല്ലാം മുടക്കാച്ചെറുക്കും ചെലവാക്കാന്ന് വിചാരിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ എവിടെ ആയിരുന്നു എത്ര നേരം? അല്ല ബസ് എടുത്ത് വെക്ക. ഇപ്പൊ പവൻമാറ്റ് കേസൊരെണ്ണം വന്നു വിട്ടിട്ടുണ്ട്. തന്റെ പവമാറ്റും തങ്കവും പോകുമ്പോഴൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഇത് അതൊന്നും അല്ലാന്ന്, ഒരു എമണ്ട സാധനം നമ്മുടെ കൊന്ന പൂത്തിക്കുന്നുണ്ട്. അത് തന്നെ. 25 വയസ്സ് പ്രായം. SLC ബുക്ക് കാണിച്ചു തരും. ഒറ്റ മോള്, അച്ഛൻ മാത്രമേ ഉള്ളൂ. താൻ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. അതല്ല, വേറെ ഒരു രസമുണ്ട്. പെൺകുട്ടിയുടെ അച്ഛനും ഒരു എക്സ്പെൽട്രിയാ. അതാ. നമസ്കാരം. പറഞ്ഞു നാവെടുത്തില്ല. 100 ആയിസാ. 5 കിലോ അരി. ഇതെന്താ മൈൻഡ് ചെയ്യാതെ പോയത്? എന്നെ മനസ്സിലായില്ല തോന്നുന്നു. ഞാനൊന്ന് താനിപ്പോ അങ്ങോട്ട് പോകണ്ട. എന്തോ ഒരു ചൊറിച്ചിലുണ്ടായിട്ടുണ്ട്.